ഇപ്പോൾ സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട്. അജ്മലിന്റെ വീട്ടിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുന്നു KSEB. സമീർ സി മുഹമ്മദ് ആ വീട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, അങ്ങനെ ചർച്ച നടക്കുന്നു, ഒടുവിൽ ഇപ്പോൾ വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുകയാണല്ലോ. കണക്ഷൻ എന്തൊക്കെയാണ് വിവരങ്ങൾ? സമീർ സി മുഹമ്മദ് അല്പസമയത്തിനകം വിശദാംശങ്ങൾ നൽകും. KSEB ഇപ്പോൾ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചിരുന്നു. നേരത്തെ തഹസിൽദാർ എത്തി ചർച്ചകൾ നടത്തിയിരുന്നു. സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ട് നൽകണമെന്നുള്ള KSEBയുടെ നിർദ്ദേശമടക്കമുണ്ടായിരുന്നു. പക്ഷേ അതിനോട് അനുകൂലമായ രീതിയിലല്ല കുടുംബം പ്രതികരിച്ചത്. അങ്ങനെ സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ട് നൽകാൻ കഴിയില്ല എന്ന നിലപാട് കുടുംബം സ്വീകരിക്കുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ KSEB ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. KSEBയുടെ തീരുമാനം വലിയ വിവാദങ്ങൾക്കിട നൽകിയിരുന്നു. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, ഒടുവിൽ KSEB വഴങ്ങിയിരിക്കുന്നു, വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചിരിക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഇതാ വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുന്നു. റസാഖിന്റെ വീട് വീണ്ടും ബൾബുകൾ തെളിഞ്ഞിരിക്കുകയാണ്. നീണ്ടുനിന്ന മണിക്കൂറുകൾ, വലിയ അനിശ്ചിതത്വം, വലിയ പ്രതിഷേധം, അതിനെല്ലാം തന്നെ ഇപ്പോൾ അറുതിയായിരിക്കുകയാണ്. ഒരു ഉപാധിയും ഇല്ലാതെ തന്നെ വൈദ്യുതി പുനഃസ്ഥാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി തഹസിൽദാർ ഏറെ നേരം, അതായത് 2 മണിക്കൂറോളം കുടുംബാംഗങ്ങളുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചകൾ ഒന്നും തന്നെ അവർ ഈ മുന്നോട്ട് വെച്ച ഈ സത്യവാങ്മൂലത്തിൽ ഒപ്പിടാനാകില്ല എന്നുള്ള കാര്യം കൃത്യമായി കുടുംബം പറഞ്ഞു. അതിനൊടുവിൽ പിന്നീട് ചർച്ചകൾ അവസാനിപ്പിക്കുകയും അതിനൊടുവിൽ പിന്നീട് കലക്ടറുമായി ചർച്ച നടത്തുകയും ചെയ്തു. ആ കലക്ടറുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലും ഏറ്റവും ഒടുവിലാണ് ഒരു ഉപാധിയും ഇല്ലാതെ തന്നെ ഈ കുടുംബത്തിന് വൈദ്യുതി നൽകണം എന്നുള്ള കാര്യം കലക്ടർ ഉറപ്പ് നൽകിയത്. അതിനൊടുവിൽ ആ തഹസിൽദാർ മടങ്ങിയിട്ട് 2 മണിക്കൂറോളം നീളുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീട്ടിൽ വൈദ്യുതി എത്തിയിരിക്കുന്നത്. വലിയ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഈ വീട്ടുകാരുള്ളത്, ഒപ്പം തന്നെ നാട്ടുകാരുള്ളത്. നമുക്കിപ്പം റസാഖിന്റെ ബന്ധു കൂടി ചേരുന്നുണ്ട്. ഏതായാലും നീണ്ടുനിന്ന അനിശ്ചിതത്വം അവസാനിച്ചിരിക്കുന്നു, വൈദ്യുതി എത്തിയിരിക്കുന്നു. ഇത് മെയിനായിട്ട് സമരത്തിന്റെ വിജയവും കാര്യങ്ങളുമാണ് ഇതിൽ മെയിനായിട്ട്. പിന്നെ ഉദ്യോഗസ്ഥർക്ക് ഏറ്റവും നല്ലൊരു പാഠമാണിത്. ഇപ്പോൾ മരുന്ന് ഉൾപ്പെടെ മറ്റിടങ്ങളിൽ കൊണ്ടുപോയി വെക്കേണ്ട ഒരു സാഹചര്യം റസാഖിനുണ്ടായിരുന്നു. അതെ, മരുന്നൊക്കെ വേറെ അടുത്തുള്ള വീട്ടിൽ വെള്ളം ഒക്കെ എല്ലാം ബുദ്ധിമുട്ട്. ഇനിയിപ്പോ പുറത്തുനിന്ന് ഉള്ളിക്ക് കൊണ്ടുവന്ന് ഉള്ള കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ തന്നെ ഭയങ്കര പ്രശ്നങ്ങളാണ് വരുന്നത്. അതിന്റെ ഫുള്ള് പ്രശ്നങ്ങളാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഏതായാലും സമരം ഭയങ്കര വിജയം തന്നെയാണ്. ഇനിയിപ്പോ ബാക്കി കാര്യങ്ങള് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും. ഇതിൽ ബാക്കിയുള്ളത് ഇത് പ്രവർത്തകരും ഈ സാധാരണ ജനങ്ങൾക്കൊപ്പം നിന്നു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം. മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഉന്മേഷ്, എന്തായാലും ആ ആശങ്കയെല്ലാം തന്നെ അകന്നിരിക്കുന്നു. ഈ പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഫലം കണ്ടിരിക്കുന്നു. ഒരു ഉപാധിയുമില്ലാതെ വീട്ടിലെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. സാധാരണ പോലെ ഒരു ഫ്യൂസ് ഊരിക മാത്രമായിരുന്നില്ല ചെയ്തിരുന്നത്. അവർ ചെയ്തിരുന്നത് KSEB സർവീസ് ലൈൻ തന്നെ മുറിച്ച് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആദ്യം 4-ാം തീയതി 2:30 കൂടെ മുറിക്കുന്നു, പിന്നീട് പണമടക്കുന്നു. പണമടച്ച ശേഷം പിന്നീട് ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയാണ് KSEB ചെയർമാൻ ഒരു വിചിത്രമായ നടപടിയിലേക്ക്, വിചിത്രമായ ഉത്തരവ് പുറപ്പെടുവിക്കുകയും അതുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി സെക്ഷനിലുള്ള ജീവനക്കാരെത്തിക്കൊണ്ട്, ലാൻഡ്മാൻ ഉൾപ്പെടെ എത്തിക്കൊണ്ട് ഈ ബന്ധം കട്ട് ചെയ്യുകയും ചെയ്തത്, വൈദ്യുതി ബന്ധം കട്ട് ചെയ്യുകയും ചെയ്തത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് വലിയ പ്രതിഷേധം ഇപ്പോഴും തുടരുകയായിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ഒരു ഉപാധിയും ഇല്ലാതെ തന്നെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. KSEB ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള നിയമ നടപടി തുടരും എന്ന് കുടുംബവും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും നാട്ടുകാരും ഒരേ സ്വരത്തിൽ പറയുന്നു. എന്തായാലും ഇപ്പോൾ സർക്കാരും അതുപോലെ തന്നെ സമീർ, ഇപ്പോൾ ഈ അജ്മലിന്റെ മാതാവിന്റെ ഒരു പരാതി ഉണ്ടല്ലോ, അതിൽ 2 KSEB ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തിട്ടുണ്ടല്ലോ സമീർ. ഉന്മേഷ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അജ്മലിന്റെ മാതാവ് മറിയം പോലീസിൽ പരാതി നൽകിയിരുന്നു. തിരുവനമ്പാടി CIക്ക് മുമ്പാകെയാണ് പരാതി നൽകിയത്. ഇന്ന് ഉച്ചയോടുകൂടെ മറിയം അവിടെ എത്തിക്കൊണ്ട് വിശദമായ മൊഴി നൽകുകയും ചെയ്തു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 2 KSEB ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. പ്രശാന്ത് അതുപോലെ തന്നെ അനന്തു, ഈ 2 പേർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇവർ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉടൻ തന്നെ ഇവർക്ക് നോട്ടീസ് നൽകുമെന്നാണ് SHO വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക്, നിയമ നടപടികളിലേക്ക് പോകും എന്ന കാര്യം കൂടി കുടുംബവും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. മക്കളായിട്ടുള്ള അജ്മലും ഷഹദാദും തെറ്റ് ചെയ്തതിന് രക്ഷിതാക്കളായിട്ടുള്ള
റസാഖിനെയും അതുപോലെ തന്നെ മറിയമ്മിനെയും ക്രൂരമായി ശിക്ഷിച്ചു എന്ന ഒരു കാര്യം ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഹൃദ്രോഗിയാണ് റസാഖ്, ഏറെ ബുദ്ധിമുട്ടുകളുള്ള ഒരു വ്യക്തിയാണ്. ഇന്നലെ പ്രതിഷേധത്തിനിടെ അദ്ദേഹം കുഴഞ്ഞു വീഴുകയും ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുകയും ചെയ്തിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. പിന്നീടും ആ സിറ്റ് ഔട്ടിൽ കിടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് അകത്ത് കയറാൻ നല്ല ചൂടാണ്, അതുകൊണ്ട് തന്നെ ഫാനോ മറ്റ് AC ഒന്നും ഇല്ലാതെ നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ഒരു ഘട്ടത്തിൽ രോഗിയായ വ്യക്തി ആ സിറ്റ് ഔട്ടിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ട ഒരു സാഹചര്യം. അദ്ദേഹത്തിന്റെ മരുന്നുകൾ ശീതീകരിച്ച് തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചിരുന്നത്. ആ മരുന്നുകളൊക്കെ അയൽവാസികളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. അത്രമേൽ പ്രയാസപ്പെടുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നു. ആ വിഷയം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടും അതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിലുമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ ഈ വിഷയത്തിൽ ഒരു വളരെ വേഗത്തിൽ നടപടി സ്വീകരിക്കുകയും കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരാഴ്ചക്കകം ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. തിരുവമ്പാടി KCB സെക്ഷൻ ഓഫീസർക്കാണ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും നീണ്ടുനിന്ന അനിശ്ചിതത്വം, നീണ്ടുനിന്ന പ്രതിഷേധം, ആ പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഫലം കണ്ടിരിക്കുന്നു. ഒരു ഉപാധിയുമില്ലാതെ, അതായത് ഈ കുടുംബത്തിന് KCB ചെയർമാൻ മുന്നോട്ട് വെച്ച, മന്ത്രി മുന്നോട്ട് വെച്ച ആ ഒരു ഉപാധി അല്ലെങ്കിൽ ആ ഒരു സത്യവാങ്മൂലത്തിൽ ഒരു വിധത്തിലും ഒപ്പിടാതെ തന്നെ ഇപ്പോൾ ഈ കുടുംബത്തിലെ വൈദ്യുതി എത്തിയിരിക്കുന്നു. വലിയ ഒരു ആഘോഷത്തിലാണ് ഈ നാടുള്ളത്, ഈ കുടുംബമുള്ളത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. ഉന്മേഷ്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം KCB ഓഫീസ് ആക്രമിച്ച കേസിൽ അജ്മൽ ഉൾപ്പെടെ ഇപ്പോൾ തടവിലാണ് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്.